ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ. സ്വാശ്രയത്തിൻ നിഗളിയാൽ സ്നേഹവാനെ ക്ഷമിക്കണേ. താഴ്മയും സൗമ്യതയുമെന്നിൽ അനുദിനം വളർന്നിടുവാൻ സാവകാത്മാവിൻ്റെയുള്ളിൽ വാണിടേണം നിത്യമായി. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ഏവർക്കും സ്വാഗതം അർപ്പിക്കുന്നതിനായി ലഹരി വിരുദ്ധ ക്ലബ് വിമുക്തിയുടെ സ്കൂൾ കോർഡിനേറ്റർ ശ്രീമതി രേഖ കുശി ടീച്ചറിനെ ക്ഷണിക്കുന്നു. രേഖ ടീച്ചർ കേൾക്കാമോ? രേഖ ടീച്ചർ മ്യൂട്ട് ഓഫ് ആക്കിയില്ലെന്തോ. ടീച്ചർ മൈക്ക് ഓഫ് ആണേ. രേഖ ടീച്ചർ ടീച്ചറിന്റെ മൈക്ക് ഓഫ്. രേഖ ടീച്ചറെ അൺമ്യൂട്ട് ചെയ്തേ. രേഖ ടീച്ചറെ അൺമ്യൂട്ട് ചെയ്തേ. കേക്കാം. സമൂഹത്തെ കാർന്നു ലഹരി സമൂഹത്തെ ജൂൺ 26 ലോക ലഹരി ദിനമായി ആചരിക്കുന്നു. ജൂൺ 20 ആചരിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഈ മീറ്റിംഗ് എവിടെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ഈ നമ്മുടെ നമ്മുടെ മറ്റിക്കുന്ന
ഇവിടെ തിന്മയിൽ നിന്ന് ദീപ ടീച്ചറെ സ്വാഗത പ്രസംഗം കഴിഞ്ഞെന്ന് തോന്നുന്നു. താങ്ക് യു ടീച്ചർ. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രിയങ്കരനായ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജോസ് മാത്യു സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി കൊണ്ടാടപ്പെടുന്ന ദിവസം. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് കോട്ടാങ്ങൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ കുടുംബത്തിന്റെ നാമത്തില് എല്ലാ കുട്ടികളും അധ്യാപകരും അവരുടെ രക്ഷകർത്താക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ലഹരി വിരുദ്ധ ദിനം നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൊണ്ടാടുവാൻ, ഈ ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരുങ്ങുന്നതിനായി നമ്മൾ ഇന്ന് ഈ ദിനാചരണം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഈ ദിനത്തില് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ മല്ലപ്പള്ളി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ബഹുമാനപ്പെട്ട സുന്ദരേശൻ പിള്ള സാറാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ മീറ്റിംഗില് നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ബഹുമാനായ അജി ഇലത്തോട്ടം ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ തേജസ് മേരി ആശംസകൾ അർപ്പിക്കുന്നു. കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തില് ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട്, എന്നാൽ വിദ്യാലയ അനുഭവങ്ങൾ ഒട്ടും കുറവ് വരാത്ത വിധത്തില് കുഞ്ഞുങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. ഇന്ന് നമുക്ക് പരസ്പരം ബന്ധപ്പെടുവാനും ആശയങ്ങൾ കൈമാറാനും അവലംബിക്കാവുന്ന ഏക മാർഗം ഇപ്പോൾ ഇന്റർനെറ്റ് മാത്രമാണ്. നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പോലും അതിൻ്റെ റേഞ്ചിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ നെറ്റിന്റെ സ്പീഡിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ഈ പരിപാടിയെ പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. എങ്കിലും രോഗത്തിന്റെ കരാളഹസ്തം നമ്മളെ ഒരു വശത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ലോകത്തെ മുഴുവൻ തിന്മയിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു മാരക വൈറസാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ലഹരി വസ്തുക്കൾ. ലഹരി എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, മതം പിടിപ്പിക്കുന്നത് അഥവാ മയക്കുന്നത് എന്നാണ്. പലതരം ലഹരികളെ കുറിച്ച് കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നമ്മൾ നാടൻ സംസാര രീതിയിൽ പറയുമ്പോൾ ചിലരെ കുറിച്ച് പറയും, അവന് ഭയങ്കര ഭക്ത ലഹരിയാണെന്ന് പറയും. ഈശ്വരനോടുള്ള ഭക്തി ഒരു അതിര് കടന്നു കഴിയുമ്പോൾ അതൊരു ലഹരിയായി മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാം. ചിലർക്ക് ഈ ലഹരി
സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധത്തിലാണ്. എന്തിനോ അതുപോലെ ചിലർക്ക് ചില രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങളോട് വലിയ ഒരു ലഹരി അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ലഹരികൾ പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും ആത്മീയതയെയും സാമ്പത്തിക മേഖലയെയും എല്ലാം ബാധിക്കുന്ന ഒരു ലഹരിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ പാനീയ രൂപത്തിലും പുകയുടെ രൂപത്തിലും ക്രിസ്റ്റലുകളുടെ രൂപത്തിലും ഇഞ്ചക്ഷനുകളുടെ രൂപത്തിലും മധുര പലഹാരങ്ങളുടെ രൂപത്തിലും ഐസ്ക്രീം പോലെയുള്ള ഏറ്റവും കുട്ടികൾക്ക് ആകർഷണീയമായ മിഠായികളുടെ രൂപത്തിലുമൊക്കെ നമ്മളെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം മോചനം നേടേണ്ടത് എത്രമാത്രം ആവശ്യകതയുള്ള ഒരു വസ്തുതയാണ് എന്ന് മനസ്സിലാക്കി വളരുന്ന തലമുറയെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി ഈ ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വെറുതെ ഒരു രസത്തിന് വേണ്ടി ആരംഭിക്കുന്ന ലഹരി ഉപയോഗം അവരറിയാതെ അവരെ ഈ ലഹരിയുടെ കരാളഹസ്തങ്ങൾ വിഴുങ്ങിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ അതേക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ലഹരി എന്ന് പറഞ്ഞപ്പോൾ കറുപ്പ് യുദ്ധം എന്ന് കുഞ്ഞുങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങളെ ചരിത്ര ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങൾക്കിടയില് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ചൈന എന്ന രാജ്യത്തെ സാമ്പത്തികമായി അവരുടെ മറ്റ് ടെക്നിക്കൽ മുന്നേറ്റങ്ങളെയും ഒക്കെ തടയിടുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ നിർബാധം ഓപ്യം അഥവാ കറുപ്പ് ആ രാജ്യത്തേക്ക് ധാരാളമായി ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ചൈനയിലെ യുവജനതയെ വളരെയധികം ബാധിക്കുകയും മുമ്പ് പറഞ്ഞതുപോലെ മതത്തിലും മയങ്ങിയ അവസ്ഥയിലുമൊക്കെ ആ തലമുറ ഉന്മാദാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ പുരോഗതി അപകടത്തിലാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരായി ചൈനയിൽ ആരംഭിച്ച ഓപ്പിയം വാർ അഥവാ കറുപ്പ് യുദ്ധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ പശ്ചാത്തലത്തിലാണ് 1987 ഐക്യരാഷ്ട്രസഭ ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26 പ്രഖ്യാപിക്കുകയും അത് 1989 മുതൽ എല്ലാ വർഷവും ജൂൺ 26 ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് ലോകത്തിന് നൽകുന്നതിന് വേണ്ടി ആചരിച്ചു വരികയും ഉണ്ടായി. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വർഷവും ഓരോ വർഷവും ഈ ലഹരി വിരുദ്ധ ദിനത്തിന് ഓരോ സന്ദേശങ്ങൾ ലോകത്തിന് നൽകാനുണ്ട്. ഈ വർഷത്തെ ലഹരി വിരുദ്ധ സന്ദേശം എന്ന് പറയുന്നത് ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് ആ സന്ദേശത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലഹരിയുടെ ഡ്രഗുകളുടെ മാരക വ്യാപന ശേഷി അല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവനുകളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ലഹരിയുടെ അമിത ഉപയോഗം ഉന്മാദാവസ്ഥയിലേക്കും ഭ്രാന്തിലേക്കും ശാരീരികമായ വൈകല്യങ്ങളിലേക്കും ആരോഗ്യക്ഷയത്തിലേക്കും അവസാനം ആത്മഹത്യയിലൂടെ അല്ലെങ്കിൽ രോഗാതുരതയിലൂടെ മരണത്തിലേക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ലഹരി വസ്തുക്കളുടെ എല്ലാം പരസ്യങ്ങൾക്ക് മുകളിൽ കാണുന്ന ചില ചിഹ്നങ്ങൾ അതിന്റെ അപകടാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ക്യാൻസറൊക്കെ ബീഡിയുടെയും സിഗരറ്റിന്റെയും മദ്യക്കുപ്പിയുടെയും ഒക്കെ പുറത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ ലഹരി ആസ്വദിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായി നമ്മുടെ വിശിഷ്ട അതിഥി ബഹുമാന്യനായ സുന്ദരേശൻ പിള്ള സാറ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നമ്മുടെ ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ എല്ലാ സന്ദേശങ്ങളും നമുക്ക് സാറിൽ നിന്നും മറ്റ് ആശംസാ പ്രസംഗങ്ങളിൽ നിന്നും കുട്ടികളുടെ സന്ദേശങ്ങളിൽ നിന്നും ഒക്കെ ഉൾക്കൊള്ളാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ ഈ ദിനാചരണം
ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ മുഖ്യ അതിഥി നമുക്ക് മുഖ്യ സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്നത് മല്ലപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രിവെന്റീവ് ഓഫീസർ ശ്രീ കെ സുന്ദരേശൻ പിള്ള സാറാണ്. അദ്ദേഹത്തെ മുഖ്യ സന്ദേശം നൽകാനായി ഏറ്റവും ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാവോ? ബഹുമാന്യ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസാർ അവർ, സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ കോർഡിനേറ്ററായ NCC മിനിമോൻ സാർ അവരുടെ സുഹൃത്തുക്കളെ. സാറേ കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ലേ? ആ സാറേ, മൈക്ക് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ കേൾക്കാൻ നോക്കിയാൽ. ഇപ്പൊ കേൾക്കാവോ? ഹലോ, കേൾക്കാം. കേൾക്കാവോ? ഹലോ, കേൾക്കാം സാറേ. സാറേ മൈക്രോഫോൺ ഇച്ചിരി അടുപ്പിച്ച് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ. ഹലോ, കേൾക്കാവോ? കേൾക്കാം സാർ. ബഹുമാന്യ സെന്റ് ജോർജ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസാർ അവർ, മറ്റേ സ്കൂളിലെ പ്രധാന അധ്യാപകരെ, കേൾക്കാം സാറേ, കേൾക്കാം. മിനിമോൻ സാറ്, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ജൂൺ 26 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക ലഹരി വിരുദ്ധ ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 1987 മുതൽ ഇങ്ങോട്ട് നാം ഇത് ആചരിച്ചു വരുന്നു. ഇന്നത്തെ ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രമേയം ബഹുമാനപ്പെട്ട നമ്മുടെ ദീപ ടീച്ചർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ആവുമോവായി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളം സംബന്ധിച്ച് നമ്മളിത് വളരെ ആശങ്കയോടെയാണ് ഇന്ന് ഈ ലഹരിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് മദ്യവും അതുപോലെ മയക്കുമരുന്ന്, അതിൽ ഈ മദ്യം എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് മിക്കവാറും നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു കാര്യം എന്ന് പറയും. മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾ ഒരു വർഷം പെർ ക്യാപിറ്റ, അതായത് ഒരാളെ കുടിക്കുന്നത് ഏതാണ്ട് 8 ലിറ്റർ മദ്യമാണ്. എന്ന് പറഞ്ഞാൽ ദേശീയ ശരാശരി എന്ന് പറഞ്ഞാൽ 5.4 മാത്രമാണ്. അതായത് ഇന്ത്യ ആകെപ്പാടെ എടുക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഓരോരുത്തരും കുടിച്ചേർക്കുന്ന 5.4 ആണെങ്കിൽ കേരളത്തിലെ ആളുകളെ കുടിച്ചു പറ്റിക്കുന്നത് ഏതാണ്ട് 8 ലിറ്റർ മദ്യമാണ്. എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ അത് അരി ആഹാരം, നാം കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്ന തുകയുടെ 3 ഇരട്ടി തുകയാണ് നാം മദ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മദ്യം കുടിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ ലഹരി മദ്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, അതിൻ്റെ ഉപഭോഗം കുറച്ചുകൊണ്ട് വരുന്നതിന് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ സാമൂഹിക സംഘടനകളെ, ഈ പറഞ്ഞ നമ്മുടെ
സ്കൂളുകൾ പോലുള്ള വിദ്യാർത്ഥികൾ യുവജനങ്ങളും ഒക്കെയുള്ള ക്ലബ്ബുകൾ അവിടെയൊക്കെ ഇതിനെതിരായിട്ട് വ്യാപകമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ യുവജനങ്ങളാണ്. യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹവും ഉൾപ്പെട്ടതാണ്. വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ കാലഘട്ടം ഇത്തരത്തിലെ വഴിതെറ്റിപ്പോകാൻ, ലഹരി മദ്യത്തിനൊക്കെ അടിമപ്പെട്ടു പോകാൻ വരും കാലങ്ങളിൽ അവർക്ക് അടിമപ്പെട്ടു പോകുന്നതിന് വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വേണം നാം ഈ ബോധവൽക്കരണം, മദ്യത്തെയും അല്ലെ ലഹരിയെ പറ്റിയുള്ള ബോധവൽക്കരണം നൽകണം എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമുക്തി എന്ന ഒരു പ്രോഗ്രാം തന്നെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ, ക്ലബ്ബുകൾ, ഈ യുവജനങ്ങളെ ഒക്കെ ആളുകൾ കൂടുന്ന കൂട്ടമായി കൂടുന്ന സംഘങ്ങളിൽ ഇത്തരം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പുകൾ നാം നടത്തി വരും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഞാൻ പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും അറിവനുസരിച്ച് എല്ലാ വർഷവും ജൂൺ 26-ാം തീയതി ഈ ലഹരി വിരുദ്ധ ദിനം വളരെ നല്ല രീതിയിൽ കൊണ്ടാടുന്നു എന്നറിഞ്ഞത് വളരെ സന്തോഷം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കുട്ടികളെ എങ്ങനെയാണ് ഈ മദ്യത്തിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനുമൊക്കെ ഇടയായി തീരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ലഹരിയുടെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഒക്കെ അടിമയാകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. ഈ ലഹരി അല്ലെങ്കിൽ മദ്യ മാഫിയകൾ ഈ കുട്ടികളെയാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള പല തരത്തിലുള്ള വീടുകളിൽ നിന്നും പല സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന കുട്ടികൾ, ആ കുട്ടികളെ അവർ നോക്കും ആരെയാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനുവേണ്ടി അത്തരത്തിലുള്ള കുട്ടികളെയാണ് ഇതിനു വേണ്ടി സമീപിക്കുന്നത്. അവർക്കതിന് പണവും അതല്ല ഫ്രീ ആയിട്ട് തന്നെ ഇത്തരം വസ്തുക്കൾ അവർ കൊടുക്കും. അവർ കൊടുത്ത് അവരെ ആകർഷിച്ച് കൂടുതൽ ആളുകളിലേക്ക് അത് പരത്തുക, അതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ കുന്നന്താനത്തെ ഒരു സ്കൂളിൽ ഇതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്ററെ കാണാൻ ചെന്നപ്പോൾ അവിടുന്ന് ഇതെല്ലാം ഞങ്ങൾ സ്കൂളിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി വന്നപ്പോൾ ഒരു ടീച്ചറെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ ഇന്ന കുട്ടികൾ ഇവിടെ വ്യാപകമായിട്ട് ഈ ഹാൻസ് പോലുള്ള കാര്യങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ലഹരി വസ്തുക്കളെ ഈ വിദ്യാർത്ഥികളോട് ഈ ലഹരി വസ്തുക്കളുടെ പറ്റി പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ നാമങ്ങൾ, ലഹരി വസ്തുക്കളെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുടെ പേരുകൾ പറയാൻ പാടില്ലാതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും ലഹരി കിട്ടുന്ന പല സാധനങ്ങളും ഈ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മുടെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ടീച്ചർ ഞങ്ങളോട് പറയുകയാണ് ഇവിടെ. അന്നേരം ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ ടീച്ചർ പറയാൻ കാര്യം ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത്, ഇവിടെ അപ്പുറത്തൊരു മുറുക്കാൻകട കണ്ടു. ആ മുറുക്കാൻകടയിൽ നമ്മുടെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോയി ഇതുപോലെ ഹാൻഡ്സ് പോലുള്ള കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് വരും. അവൻ അവിടെ ചെല്ലുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ഈ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിയാണ്. ഞാൻ ചോദിച്ച ടീച്ചർ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് തൊട്ടടുത്തുള്ള തൊട്ടടുത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ടീച്ചറോട് ഇക്കാര്യം പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ കുട്ടിയുടെ ചുറ്റുപാടിനെ പറ്റി തിരക്കിയപ്പോഴേ ആ കുട്ടിയുടെ മാതാവ് ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ആൾ
അച്ഛനെ മദ്യപിച്ച് മരിച്ചുപോയ ആളോ. ഈ കുട്ടിയെ മയക്കുമരുന്ന് അല്ലെങ്കിൽ മാഫിയകളെ ആരോ കയ്യിലെടുത്ത് അവനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൻ നോക്കുമ്പോൾ അവന് ധാരാളം പൈസ കിട്ടും. ഇത് 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 ഉപയോഗിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് അറിയും. അങ്ങനെ അത്തരത്തിൽ അവനെ അതിൽ ആകൃഷ്ടനായി. എന്തായാലും അവിടെ ഏതാണ്ട് കുറച്ച് വളരെയേറെ കുട്ടികളെ ഉപയോഗിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങളെ ആ കടയൊക്കെ റെഡി ചെയ്തു. അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പിടിച്ചു. അങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞാലും വീണ്ടും അവർ ഇതിൻ്റെ ലാഭം നമ്മളെ ഒരു കാര്യം ഓർക്കേണ്ടത്, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളെ, വ്യാപാരം നടത്തുന്ന ആളുകളെ, ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് വളരെയേറെ കൂടുതലാണ്. വേറെ ഏതൊരു വസ്തു വിൽക്കുന്നതിലും അധികം ലാഭം കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ സംഗതികൾ. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഇതിനു വേണ്ടി കുട്ടികളെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക അവരുടെ ബിസിനസ് നടക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കൂളിലെ ഒരു സ്കൂളിലെ കാര്യം മാത്രമാണ്. ഇങ്ങനെ പല സ്കൂളുകളിലും ഇത്തരത്തിലെ. വേറെ സ്കൂളിൽ ഇത് മ്യൂസിക് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ സ്വകാര്യമായിട്ട് പറയുവാണ്, ഇതുപോലെ നമ്മുടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയുടെ ബാഗ് എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. അവിടെ ബാഗ് അവനും പിടിച്ചു പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവാം. എന്തായാലും അവിടെ വന്ന് ഈ അമ്മ ഇത് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഹാൻഡ്സ് ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം കൂടി വരും. എന്തായാലും ഇപ്പം ഈ ലോക്ക്ഡൗൺ ഒക്കെ കാരണം കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പരാതികളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. എങ്കിൽ പോലും മുൻകാലങ്ങളിൽ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു രീതിയായിട്ട് നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് അതിനെതിരായിട്ട് നമുക്ക് വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടികളിൽ വേണം ഈ ഇതിനെ പറ്റിയുള്ള അവബോധം നമുക്ക് നടത്തേണ്ടത്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പ്രായം അതാണ്. അവരെ വഴിവിട്ട് പോകുന്നതിന് വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കുട്ടിത്വം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഈ ലഹരിക്ക് അല്ലെങ്കിൽ ലഹരി മാത്രമല്ല പലതരത്തിലുള്ള വിപത്തുകൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുമായിട്ടും അല്ലെങ്കിൽ കുടുംബമായിട്ടും നല്ല ബന്ധം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ട്. ആ നമ്മുടെ കൂട്ടുകെട്ടാണ് ഒരു 100% ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് വഴുതി പോകുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ട് അല്ലെങ്കിൽ സഹപാഠി എന്ന് പറയുന്നത്, സുഹൃത്ത് എന്ന് പറയുന്നത് നല്ല ഒരു സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് വീട്ടിലെ അമ്മയാണ്. പെൺകുട്ടികളായാലും ശരി ആൺകുട്ടിയായാലും ശരി മാതാവാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്. കാര്യം നമ്മൾ പിതാവുമായിട്ട് നമുക്കറിയാം വിദ്യാർത്ഥിക്ക് അത്ര വലിയ അടുപ്പമുള്ള ഇല്ല എന്നല്ല പറഞ്ഞ്, എന്നാലും അവരുടെ സ്വകാര്യ കാര്യങ്ങൾ കൂടുതലും കൈമാറുന്നത് അവരമ്മയായിട്ട്. ഇപ്പോൾ 10 രൂപ നമുക്ക് സ്കൂളിലെ ഏതെങ്കിലും ഒരു ഫീസ് ഇനത്തിൽ തന്നെ വേണമെന്ന് വിചാരിക്കും. അവരാദ്യം ചെന്ന് പറയുന്ന അവരുടെ അവരമ്മയാണ് അച്ഛനോട് അവതരിപ്പിക്കുന്ന ഇതുപോലെ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ കുടുംബത്തിലെ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളായി കൂടുതൽ അടുക്കേണ്ടത്. അവരുമായിട്ടാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ പങ്കുവെക്കേണ്ടത്. നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് വലിയ വിവരമുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ ആ സുഹൃത്ത് അത് ഏത് തരക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് പറയേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് പറയേണ്ടത്. കാര്യം നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം മൈനസായിട്ടെടുത്ത് നിങ്ങളെ അകപ്പെടുത്താൻ ഉള്ള സാധ്യതയുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഈ മല്ലപ്പള്ളി തന്നെ ഞങ്ങൾ ഒരു കേസ്, ഒരു ചാരായം
ബന്ധപ്പെട്ട ഒരു കേസ് ഞങ്ങൾ എടുത്ത് ആ കേസിൻ്റെ വിവരം തന്നത് ഈ പ്രതിയായ ചാരായം എടുത്ത പ്രതിയുടെ ഉറ്റ സുഹൃത്താണ്. അപ്പം ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഉറ്റ സുഹൃത്താണല്ലോ ഇയാൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇയാളെ ഊറ്റിയെന്ന് ചോദിച്ചു. ഉടനെ അവൻ എന്നോട് പറഞ്ഞത്, സാറേ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, പക്ഷേ അവൻ ചില അഹങ്കാരിയാണ്. അപ്പം ആത്മാർത്ഥതയുള്ള ആ സുഹൃത്തിനെ ഒറ്റിയ ആ സുഹൃത്ത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പല ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നത്, വിദ്യാർത്ഥികളിൽ ഏറ്റവും അധികം അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിട്ട് പ്രഥമ പരിഗണന നൽകേണ്ടത് അവരുടെ മാതാപിതാക്കളെയാണ്, പ്രത്യേകിച്ച് അമ്മമാർ. കാര്യം അമ്മമാർക്കാണ് മക്കളുടെ കാര്യത്തിലെ അവർ നല്ല നിലയിൽ വരുന്നതിനും ഏത് തരത്തിലായാലും നോക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ ഈ സ്കൂളിൽ വിടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് ആണ് സ്കൂളിൽ വിടുന്നത് എന്ന കാര്യം. അപ്പം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. നിങ്ങൾ വരും കാലങ്ങളിൽ നിങ്ങൾ ഏത് നിലയിൽ എത്തണം, അല്ലെങ്കിൽ നിങ്ങളെ ഏത് നിലയിൽ എത്തിക്കണമെന്ന മാതാപിതാക്കൾക്ക് ഒരു വിചാരം ഉണ്ടാവും. അപ്പം ആ വിചാരത്തിന് വേണ്ടി ആ വിചാരം സാക്ഷാത്കരിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലഹരിയായിട്ട് എടുക്കേണ്ടത് പഠിത്തം തന്നെയാണ്, വിദ്യാഭ്യാസം തന്നെ. ബാക്കിയൊക്കെ വേറെ കാര്യം. നിങ്ങൾ ഈ പ്രായത്തിൽ വേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ വിദ്യാഭ്യാസം എന്ന ലഹരി നിങ്ങൾ ആർജിക്കുക. അതിനുശേഷം നിങ്ങൾ പക്വത എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ജീവിക്കാം. എന്ന് പറഞ്ഞാൽ പക്വത എത്തിക്കഴിഞ്ഞാൽ ലഹരിക്ക് അടിമയാകണം എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയുള്ള പ്രയത്നം. ആ ലഹരി ആവട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് മറ്റുള്ള കാര്യങ്ങൾ, ലഹരികൾ നമുക്ക് വർജിക്കാം. ലഹരി വർജനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ ചുറ്റുപാടും നമ്മളെപ്പോഴും കാണുന്നുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ അസസ് ചെയ്യുന്നത് കാര്യത്തിൽ അവൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് നോക്കുന്നത്. ഒരു വ്യക്തി മദ്യപാനത്തിനും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൊക്കെ അടിമയായി ജീവിച്ചു കഴിഞ്ഞാൽ ആ ആളെ പറ്റി നമുക്കറിയാം. നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റുപാടുള്ള ആളാണ്. അവനൊരു ടൈപ്പാണ്, അല്ലെങ്കിൽ അവൻ വളരെ മോശമാണ് എന്ന് പറയാം. മോശമെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മോശമായ പ്രവണതകൾ അവനിലുള്ളത് കൊണ്ടാണെന്ന് പറയുന്നത്. അതേസമയം നമ്മളെ പറ്റി ഇന്ന ആളുടെ മകൾ അല്ലെ മകൻ കൊള്ളാം എന്ന് പറയുന്ന ആ രീതിയിൽ കുട്ടികൾ വളരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചോയ്സ് നല്ല രീതിയിൽ ആലോചിച്ചിട്ട്, ഒരു സുഹൃത്ത് മോശമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന കാണുമ്പോൾ അത് സ്വകാര്യമായിട്ടാണെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാനും അവരും ആ സുഹൃത്തുമായിട്ടുള്ള ബന്ധം തുറന്നു പോകുന്നതും നിങ്ങൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹപാഠി മോശമായ ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങളത് സ്കൂളിൻ്റെ ടീച്ചറെയോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെയോ അല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അവരോട് പറയാൻ വയ്യായെങ്കിൽ വീട്ടിൽ പോയി നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സഹപാഠിയുടെ മാതാപിതാക്കളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആ വ്യക്തി ആ സഹപാഠി പോകുന്ന മോശമായ പ്രവണതയിൽ നിന്ന് പിന്തിരിയപ്പെടാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചിന്തയോടുകൂടി ഗൗരവത്തോടുകൂടി എടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് ഈ അവസരത്തിൽ പറയാം. പിന്നെ നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏതാണ്ട് ഈ മദ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എല്ലാവർക്കും സുപരിചിതം. പക്ഷെ ലഹരി വസ്തുക്കൾ പലതരത്തിലാണ്.
ആ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ചില മരുന്നുകൾ, പ്രത്യേകിച്ച് അർബുദം പോലുള്ള വളരെ ഭയാനകമായ രോഗത്തിന് ചികിത്സിക്കുന്ന ചില വേദന സംഹാരം, അതൊക്കെ നമ്മൾ സത്യത്തിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ആ മരുന്നുകളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഈ മെഡിക്കൽ ഷോപ്പുകളുമായി ബന്ധപ്പെട്ട മോശം പ്രവണതയുള്ള മെഡിക്കൽ ഷോപ്പ് ഉടമകളാണ് ഇതിൻ്റെ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വസ്തുക്കൾക്ക് അമിത വില അല്ലെങ്കിൽ മറ്റൊരു ഒരു വസ്തു ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു വസ്തു എന്ന നിലയ്ക്ക് ആണ്, കൂടുതൽ ലാഭത്തിന് വേണ്ടിയാണ് ഇതിനെ ഈ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ഓരോ മയക്കുമരുന്നായി ഉപയോഗിക്കാനുള്ള തലത്തിലേക്ക് പോകും. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളൂ. നമുക്ക് അങ്ങനെ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പുകാരനോ വല്ലതും ഇത്തരത്തിൽ ഇടപെടുന്നത് അറിഞ്ഞാൽ നമുക്കത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ, എന്തായാലും അവർ രഹസ്യമായി ചെയ്യുമെങ്കിൽ കൂടി ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ അത്തരത്തിൽ നമുക്ക് ഈ ലഹരി വസ്തുക്കളെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ഈ ലഹരി വസ്തുക്കളുടെ അടിമ ആയാൽ ഗുരുതരമായ പലതരത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് വ്യക്തിപരമായും ഉണ്ടാകാം, സാമൂഹ്യപരമായിട്ടും ഒക്കെ ഉള്ള വിഷയങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഈ മദ്യപാനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പറയുന്നത് അതൊരു ജനിതകമായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണെന്നാണ് ഇപ്പോൾ ഉള്ള പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരംഗം ഇത്തരത്തിലെ ലഹരിക്ക് അടിമപ്പെട്ടാൽ അതിനെ വരും തലമുറയും അതിനുള്ള അടിമപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിയുകയും അതുപോലെ മറ്റുള്ള ആളുകളെ അത് ഉപയോഗിക്കുന്നതിന് വിഘാതം തരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൊണ്ട് സമൂഹത്തിലെ ഈ വിപത്തിനെതിരെ പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ ഒരു കർത്തവ്യം. ലഹരി വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലെ സംസ്ഥാന സർക്കാർ പല നിയമങ്ങളും പാസ്സാക്കി. പക്ഷേ ഈ നിയമങ്ങൾ പാസ്സാക്കിയത് മാത്രം ഈ വിപത്തിനെ നമുക്ക് തടയാൻ കഴിയില്ല. അത് തടയണമെങ്കിൽ തീർച്ചയായും നമുക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുടെ ഭാഗം മാത്രമല്ല, പൊതു സമൂഹത്തിൻ്റെ ഒക്കെ ഒരു സഹായം ആവശ്യമാണ്. ഇത്തരത്തിലെ ഒരു സഹായം വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് വിമുക്തി എന്ന പരിപാടി ആസൂത്രണം ചെയ്തത്. ഈ വിമുക്തിയുടെ കീഴിൽ സ്കൂളുകളിലും അതുപോലെ തന്നെ ക്ലബ്ബുകളിലും കോളേജുകളിലും ഒക്കെ ഇതിനെതിരായി അവബോധം സൃഷ്ടിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ആശംസകൾ അറിയിക്കുന്നതിനായി
PTA പ്രസിഡന്റ് ശ്രീ അജി ഇലത്തോട്ടത്തെ ക്ഷണിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസാറ്, ആധികാരികമായിട്ട് തന്നെ നമുക്ക് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ സന്ദേശം നൽകിയ എക്സൈസ് ഓഫീസർ, ബഹുമാനായിട്ടുള്ള അധ്യാപകര്, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, വളരെ ആധികാരികമായിട്ട് തന്നെ എക്സൈസ് ഓഫീസർ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ലഹരി ഉപയോഗങ്ങൾ കൊണ്ടുള്ള ആ ദുരന്തങ്ങൾ വളരെ ആധികാരികമായിട്ട് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദീർഘമായിട്ട് ഒന്നും തന്നെ സംസാരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഇന്ന് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലഹരി മാഫിയ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കളിലൂടെ കുട്ടികളെ വലയിലാക്കാനാണ് ഈ മാഫിയയുടെ ശ്രമം. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. കേവലം കൗതുകത്തിനായി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്ന് സമൂഹത്തെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ചെന്നെത്തി നിൽക്കുന്നത്. ലഹരി പകരാൻ പല വസ്തുക്കളും ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രകൃതിദത്തവും കൃത്രിമവുമായവ ഈ കൂട്ടത്തിലാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളുടെ ഈ ലഹരി ഉപയോഗം തടയണമെങ്കിൽ മാതാപിതാക്കൾ കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായ രീതിയിലേക്ക് തടയുവാൻ കഴിയുകയുള്ളൂ. ലഹരി ഉപയോഗിച്ച കുട്ടികൾ പല ശാരീരിക മാനസിക മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന മാതാപിതാക്കൾക്കാണ് കൂടുതൽ അറിയാൻ കഴിയുന്നത്. കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരെല്ലാം, കുട്ടി ദിവസവും പുതിയ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നിവയൊക്കെ തന്നെ മാതാപിതാക്കൾ അന്വേഷിക്കേണ്ട ഒരു അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പല പ്രദേശങ്ങളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലഹരി വിൽപ്പന ചില മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ അവസരത്തിൽ ഞാൻ ദീർഘമായിട്ടൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടുമെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ ഏകദേശം 7 വർഷക്കാലം മുമ്പ് ഇതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ കൃത്യമായിട്ട് ഒരു 10-12ഓളം വരുന്ന വിദ്യാർത്ഥികൾ കളിക്കുവാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് ഒരു 5-8 പേര് പെട്ടെന്ന് ഈ ലഹരിയുടെ അടിമയാവുകയും ഒരു സമയത്ത് ഏകദേശം നിരന്തരമായി ഇവരുടെ ഈ ഉപയോഗം എക്സൈസ് ഓഫീസർമാർ അറിഞ്ഞ സാഹചര്യത്തിൽ ഒരു 7 മണിയോടുകൂടി തന്നെ ഇവരെ പിടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ 7 മണിയോടുകൂടി തന്നെ ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് എക്സൈസ് ഓഫീസർമാർ പോകുന്നു. അതാണ്ട് ഒരു 11 മണിയാകുമ്പോൾ എക്സൈസ് ഓഫീസർ എന്നെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികളെ പിടിച്ചിട്ടുണ്ട്, ഇതാണ് സാഹചര്യം. അത് കഴിഞ്ഞ് നമ്മൾ ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയാൻ കഴിയുന്നത്, ഇതിനകത്ത് ഒരു കുട്ടിയുടെ പെങ്ങളുടെ വിവാഹമാണ് 2 ദിവസക്കാലം കഴിയുമ്പോൾ. ഒരു വല്ലാത്ത അവസ്ഥ. ഈ കുട്ടിയുടെ പെങ്ങളുടെ വിവാഹത്തിന് പോകുമ്പോൾ ഈ കുട്ടി ഈ ഉപയോഗിച്ച് അകത്തു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് ഒരു മിടുക്കനായിട്ടുള്ള എക്സൈസ് ഓഫീസർ അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ഈ കുട്ടികൾക്ക് ആരാണോ ഇത് ലഭ്യമാക്കുന്നത് അത് കണ്ടുപിടിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുന്ന ആളിനെ കൃത്യമായ രീതിയിലേക്ക് അവരെ ജയിലിൽ അടയ്ക്കുവാനായിട്ടും അത് എക്സൈസ് ഓഫീസറുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം അന്ന് കഴിയുകയുണ്ടായി. ഈ കുട്ടികളെ കൃത്യമായ ബോധവൽക്കരണത്തിൽ കൂടി കൃത്യമായ മാതാപിതാക്കൾ, കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾ കൂടി വലിയ ഒരു ഉപദേശം അന്ന് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ പല പ്രദേശങ്ങളിലുള്ള സ്കൂളുകളാണെങ്കിലും മറ്റേ കുട്ടികളെയാണ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇത് അറിഞ്ഞാൽ പോലും ചിലർ പറയുകയില്ല. ഒന്നുകിൽ ഭയപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ എൻ്റെ കുട്ടിയല്ലല്ലോ മറ്റുള്ള ആളുടെ കുട്ടിയല്ലേ എന്നുള്ള ചില സ്വാർത്ഥ മനോഭാവത്തോട് തന്നെ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് സമൂഹത്തിനെ കാർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള നിയമങ്ങളും നടപടികളും കർശനമാക്കി മയക്കുമരുന്നിന്റെ ഉപയോഗം പരമാവധി തടയുന്നതിനോടൊപ്പം തന്നെ കുട്ടികളെ ഇവയുടെ വിതരണക്കാരാക്കുന്നത് തടയുന്നതിനും നമുക്ക് ജാഗ്രത വേണ്ടതുണ്ട്. ഇതിനായി നമുക്കെല്ലാവർക്കും ഈ നാടിനൊപ്പം അതോടൊപ്പം തന്നെ ഇതിന്റെ നിയമപാലകരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ സ്കൂളിനെയും ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് അതുപോലെ തന്നെ ലഹരി മാഫിയയിൽ നിന്ന്
കരകയറ്റുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഇടപെടൽ ഉണ്ടാകണം. അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഇപ്പം ഈ ദിനത്തിൽ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ NCCയും അതോടൊപ്പം തന്നെ വിമുക്തി ക്ലബ്ബും ഉൾപ്പെടെയുള്ളവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി സിസ്റ്റർ തേജസ് മേരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസ് മാത്യു സാർ, മുഖ്യ സന്ദേശം നൽകിയ വെള്ളപ്പള്ളി എക്സൈസ് ഓഫീസർ ബഹുമാനപ്പെട്ട KK സുന്ദേശൻ പിള്ള സാർ, PTA പ്രസിഡന്റ് ശ്രീ അജി ഇലത്തോട്ടം, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. മയക്കുമരുന്നിനെ കുറിച്ചുള്ള വസ്തുതകൾ പങ്കിടുക, ജീവൻ രക്ഷിക്കുക, മയക്കുമരുന്ന് ഉപയോഗം അവസാനിപ്പിക്കുക എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. നമ്മൾ എല്ലാ ദിനങ്ങളും ആചരിക്കുന്ന കൂട്ടത്തിൽ ഈ ദിനവും നാം ഒത്തൊരുമിച്ച് നമ്മുടെ മക്കളോടൊപ്പം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്നേഹിതരിൽ ധാരാളം പേർ വേദന കടിച്ചമർത്തി ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വേദനയുമായി കഴിയുന്നവരുണ്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് ഏകദേശം രാത്രി ഒരു 10 മണിക്ക് ഞാൻ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ സിസ്റ്ററിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാഷ്വാലിറ്റിയുടെ സമീപത്തേക്ക് ഒരു കാറ് പെട്ടെന്ന് വന്നു നിന്നു. വാച്ച്മാൻ ഉടനെ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ കാറിനകത്ത് ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അദ്ദേഹത്തെ പുറത്തേക്ക് 2-3 പേര് കൂടി പുറത്തേക്ക് എടുക്കുകയാണ്. ഏകദേശം ഒരു 45 വയസ്സോളം പ്രായം തോന്നിക്കും. മറ്റ് സ്റ്റാഫ് സ്ട്രക്ചറുമായി ഓടി വന്ന് ഇദ്ദേഹത്തെ സ്ട്രക്ചറിൽ കിടത്തി കാലും കൈയും ഒക്കെ കെട്ടി ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. തൊട്ടുപുറകെ ഇദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞ് അവിടേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഒരു 10:30 സമയമായി. അപ്പൊ അഡ്മിഷന് വേണ്ടി ഞാനും അവിടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഇത് ആരാണ് വന്നതെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവാണ് സിസ്റ്റർ. ഈ കോവിഡ് കാലത്ത് അധികം ദിവസങ്ങളിലൊന്നും അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ച് ഒരാഴ്ചയായിട്ട് മദ്യപിച്ചു. ഇന്നെൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഒന്ന് 12ാം ക്ലാസ്സിലും ഒരു കുട്ടി 9ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇദ്ദേഹം മദ്യപിച്ചിട്ട് സമനില തെറ്റിയ അവസ്ഥയാണ്. കാരണം മക്കളെ പെരയ്ക്കകത്ത് കയറ്റുന്നില്ല, ഭാര്യയെ മർദ്ദിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂട്ടുകാരെ വിളിച്ച് കൂട്ടുകാരാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഈ മദ്യദിനത്തിന്റെ ദിനം നാം ആചരിക്കുമ്പോൾ ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ അഥവാ മികച്ച പരിചരണത്തിന് മികച്ച അറിവെന്നാണ് ഇപ്രാവശ്യത്തെ ലഹരി വിരുദ്ധ സന്ദേശം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നായി മാറുകയാണ്. ഏതൊരു സമൂഹത്തിന്റെയും ഭാവി നിർണയിക്കേണ്ടവരാണ് വിദ്യാർത്ഥികളും യുവാക്കളും. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന കൗമാരക്കാരുടെ ദൗർബല്യങ്ങളാണ് ലഹരി വിതരണക്കാർ മുതലെടുക്കുന്നത്. യുവജനങ്ങളാണ് പലപ്പോഴും ലഹരിയുടെ കെണിയിൽ വീഴുന്നത്. ജീവിതം പോലും വഴിതെറ്റിക്കുന്ന ഈ വസ്തുതകളെ കുറിച്ച് യുവജനങ്ങൾക്ക് വേണ്ടത്ര അറിവില്ലെന്നാണ് യഥാർത്ഥ കാരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മീറ്റിങ്ങിലൂടെ ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് എടുത്ത സാറിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെയും പങ്കുവെച്ചതായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കേട്ട് കഴിഞ്ഞു. കേവലം ഒരു വിനോദത്തിന് വേണ്ടി ആരംഭിക്കുന്ന പല ശീലങ്ങളും പിന്നീട് ഒഴിവാക്കാനാവാത്ത ലഹരിയോടുള്ള അടിമത്തമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും മയക്കുമരുന്നുകൾക്ക് സ്ഥാനമില്ലെന്ന് ഈ ദിനത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാം. മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും നാടിന്റെ വികസന പ്രവർത്തനത്തെ പോലും ദുർബലപ്പെടുത്തുന്നു. കുടുംബത്തിലെ സമാധാനം ശിഥിലമാക്കുന്നു. നമ്മുടെ മക്കളുടെ, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ടിവരെ മക്കൾ ഇന്ന് ഭയപ്പെടുന്നു. മാതാപിതാക്കളോട് മക്കൾക്ക് വിധേയത്വം, സ്നേഹം പ്രകടിപ്പിക്കാൻ ഇന്ന് സാധിക്കാതെ വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ മാറാ രോഗികളായി മാറുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പോകുന്നു. സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. നമ്മുടെ മുമ്പിലുള്ളതായ നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്നതായ ഈ തലമുറ ഭാവി ജീവിതം കരുപിടിപ്പിക്കേണ്ടതായ ഈ സാഹചര്യത്തില് നമ്മുടെ മക്കൾക്ക് ഈ നാളുകളിൽ കിട്ടുന്നതായ നല്ല നല്ല ബോധ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടുന്നതായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈശ്വരൻ അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രത്യേകമായി ആശംസിച്ചുകൊള്ളുന്നു. മദ്യം കീശയിൽ നിന്ന് പണത്തെയും, ഭാര്യയിൽ നിന്ന് ഭർത്താവിനെയും, മക്കളിൽ നിന്ന് പിതാവിനെയും, കുടുംബത്തിൽ നിന്ന് സമാധാനത്തെയും, ജീവിതത്തിൽ നിന്ന് സന്തോഷത്തെയും, ശരീരത്തിൽ നിന്ന് ആരോഗ്യത്തെയും, ആത്മാവിൽ നിന്ന് നിത്യജീവനെയും അകറ്റുന്ന ഒരു വലിയ തിന്മയുടെ ശക്തിയാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ. അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ ലഹരി ആസ്വദിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. മാതാപിതാക്കൾ ഇത് തിരിച്ചറിയേണ്ട കാലമായിരിക്കുന്നു. നല്ല ജീവിത സാക്ഷ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെന്നും പ്രചോദനവും മാതൃകയുമായി തീരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ കുടുംബങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. കുടുംബത്തിൽ നിന്ന് സമാധാനം അന്യം നിന്നു പോകുവാൻ നാം ഇടയാക്കരുത്. ജീവിതത്തിൽ നിന്ന് സന്തോഷം കെടുത്തിക്കളയുവാൻ ഇടയാകരുത്. ശരീരത്തിൽ നിന്ന് ആരോഗ്യവും ആത്മാവിൽ നിന്ന് നിത്യജീവനും അകന്നു പോകുവാൻ നാം ഒരു നാളും അതിന് ഇടം കൊടുക്കരുത് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിന്റെ എല്ലാ നന്മകളും ഏവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി നമ്മുടെ കുട്ടികളുടെ വിവിധ പരിപാടികളാണ്. ആദ്യമായി ഒരു പ്രസംഗം പറയുന്നതിനായി സ്വാബിറയെ ക്ഷണിക്കുന്നു. മാന്യ സാറിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സഹപാഠി സുഹൃത്തുക്കളെ, ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി 1987 ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടത്തെ കുട്ടികളിലാണ്. എന്നാൽ ഇന്ന് ലോക ലഹരി മരുന്നുകൾ കെണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണ്. ലഹരി മാഫിയയുടെ ലക്ഷ്യവും ഇരകളും കുട്ടികളാണ് എന്നത് ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. ഒരു ജീവിതം തന്നെ വഴിതെറ്റുന്ന ഈ വസ്തുക്കളെ കുറിച്ച് വേണ്ടത്ര ചിന്തയില്ല. ലഹരി എന്ന് പറയുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെയാണ്. എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും സുരക്ഷിതരല്ല. പെൺകുട്ടികളും ഇത്രയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചാറ്റിങ്ങിലൂടെയുള്ള പരിസരവും പുറമേയുള്ള കൂട്ടുകാർ എന്നിവരുടെ പ്രചോദനത്തിലാണ് ലഹരിക്ക് അടിമപ്പെടുന്നത്. പിന്നീട് ഒരു തിരിച്ചുവരവില്ല എന്നത് ഓർക്കുക. ലഹരി മനുഷ്യനെ മാനസികമായും ശാരീരികമായും ഇല്ലാതാക്കുന്നു. അത് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനു പുറമെ ദൂഷ്യഫലങ്ങളും നൽകുന്നു. ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ പ്രതിഷേധവും സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീന അനുദിനം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ലഹരിയുടെ സ്വന്തം നാടായി മാറി.
ജീവിതം തന്നെയാണ് ലഹരി എന്ന് നാം നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കണം. സ്വന്തം ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. നമുക്കൊരു ഒരുമിച്ച് കൂടലിനായി നമുക്കിനി കാത്തിരിക്കാം. അതിനായി നമുക്ക് പ്രയത്നിക്കാം. നന്ദി. താങ്ക് യു സ്വാബിറ. അടുത്തത് ഇംഗ്ലീഷ് സ്പീച്ച് ആണ്. നിത ഫൈസൽ. നിത ഫൈസൽ. Ma'am. Good evening, all of you. Respected principal, teachers, parents, and all my dear friends. Thank you for being present here on this special occasion. Today I am going to speak on the topic drugs addiction. Drugs addiction to this topic. Drugs are chemical substances which have an effect on our body. There are two types of drugs. One is legal and the second one is illegal. The legal drugs are basically the medicines which we use in our body such as headache and etc. These drugs are to clear our body elements. But the illegal drugs are ones that are used to get into the states of being intoxicated or drunk. This helps people to lose their senses and forget everything. Consumption of such drugs is illegal and can affect our badly both physically and mentally. Young people often start with the tasting of these drugs and then end up getting addicted to it. They do this due to various reasons. They consume it sometimes because of unfair expectation and stresses. The drugs may make them feel high and its after effects are quite relaxing, but its effect in the long run can damage their brain, liver, etc. Students also get into this drugs addiction when they fail to get emotional support, so they turn themselves towards drugs to calm their agitation and anger. Poverty is also one of the reasons behind this drugs selling network. Drug sellers target students and make them addicted to drugs. Initially, they give drugs to the students for free, and once they get addicted, they start charging them. They also target poor children and make themselves drugs in order to earn some money. Drugs consumption makes students mentally and physically weak. It also attracts various diseases it make students depressed and make students their recovery difficult. In the end, I would request you all stay away from drugs and always reach your parents and family to resolve any problems in your life. Drugs may look attractive initially, but it has the capacity to destroy the future of a person. We should say complete no to the drugs. Thank you. Have a nice day. താങ്ക് യു നിത. അടുത്തത് ഒരു അറബി പദ്യമാണ്. സൈനബ്. സൈനബ്. സൈനബ് ഉണ്ടോ? സൈനബ് ലൈനിൽ ഓക്കെ ഓക്കെ. സൈനബ് തുടങ്ങിക്കോളൂ. അറബി പദ്യം. كمل الجمال من البحور الكاملون متفاعل متفاعل متفاعلون كمل الجمال من البحور
البحور كاملون متفاعل متفاعل متفاعلون يونيو 26 يحتفل يوم الغد المسكرات مجملون ذكر النبي المصطفى محبوبنا لا يدخل الجنة مدمن حائلون ذكر النبي المصطفى محبوبنا لا يدخل الجنة مدمن حائلون يوم القيامة يرمى نار المسقطون محلنا فيه ألا هو مسفلون كمل الجمال من البحور كاملون متفاعل متفاعل متفاعلون. Thank you, teacher. താങ്ക് യു സൈന. അടുത്തത് ഒരു മലയാളം പ്രസംഗത്തിനായി അൽഫിന മറിയം. എല്ലാവർക്കും നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ വാക്സിൻ പ്രതിരോധം തീർക്കുകയാണ് നാം ഇപ്പോൾ. ലഹരി എന്ന മഹാവിപത്തിനെതിരെ സാമൂഹിക പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന എത്ര പേരുടെ ജീവിതമാണ് നശിക്കുന്നത്. ചുറ്റുമൊന്ന് കണ്ണടച്ച് നോക്കിയാൽ നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അത് ആ വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും നാശത്തിലേക്ക് നയിക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം കുട്ടികളെയും യുവാക്കളെയും കൂടുതലായി ലഹരിക്ക് അടിമപ്പെടുന്നു എന്നതാണ്. ലഹരി അവരുടെ നല്ല ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഇത്രയും വേരുറച്ച ലഹരി സമൂഹത്തിൽ ഇത്രയും വേരുറച്ചു വന്ന വിപത്തിനെ പറിച്ചു നീക്കണമെങ്കിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. പലർക്കും ലഹരിയുടെ ആദ്യ പാഠങ്ങൾ ലഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അതിനാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറച്ച തീരുമാനമെടുക്കാം. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന്. ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം നമുക്ക് സമൂഹത്തിന് നൽകാം. ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഓരോരുത്തരെയും ഒറ്റപ്പെടുത്താതെ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നമുക്കാവുന്ന രീതിയിൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോവാം. ലഹരി വിമുക്ത നാളേക്ക് അണിചേരാം. നന്ദി, നമസ്കാരം. താങ്ക് യു അൽഫിന. അടുത്തത് ഒരു ഹിന്ദി സ്പീച്ച് ആണ്. അതിനായി ഫിദ ഫൈസൽ. नमस्कार आदरणीय गुरुजनों और मेरे प्यारे मित्रों, सबको मेरा प्रणाम। आज हम यहाँ दवाओं के घातक सेवन के बारे में चर्चा कर रहे हैं और यह हमारे युवाओं के जीवन को कैसे नष्ट कर रहा है। लेकिन चर्चा शुरू होने से पहले मैं नशीली दवाओं के दुरुपयोग पर एक छोटा भाषण देना चाहूँगा और इस संवेदनशील विषय पर अपने छात्रों को ज्ञान देना चाहूँगा। ड्रग्स, जैसा कि हम सभी जानते हैं, इनका उपयोग अवैध है। ऐसे कई छात्र हैं जो कोई कारणों से दवाओं का सेवन करते हैं। जो लोग ड्रग्स की बिक्री का सौदा करते हैं, वे एक नेटवर्क बनाते हैं और मुख्य रूप से ड्रग्स के आदी बनाने के लिए छात्रों को निशाना बनाते हैं। प्रारंभ में छात्रों को मुफ्त में दवाएं बेची जाती है और धीरे धीरे जब वे इसके आदी हो जाते हैं तो वे इसे खरीदना और उपभोग करना शुरू कर देते हैं।
वास्तव में छात्र भी अंदर अपने नेटवर्क का हिस्सा बन जाते हैं और इसमें काम करना शुरू कर देते हैं। यह देखा गया है कि छात्र अपने शिक्षकों के साथ साथ माता पिता के तनाव या अनुचित अपेक्षाओं के कारणों दवाओं का सेवन करना शुरू कर देते हैं। उनके परिवारों में भावनात्मक समर्थन और विकार का अभाव उन्हें कमजोर बनाता है और दवाओं पर उनकी निर्भरता बढ़ाता है। वे अपने मानसिक आंदोलन की स्थिति का शांत करने के लिए इसका उपयोग करते हैं। दुख की बात है कि छात्र यह महसूस करने में असफल हो जाते हैं कि दवाओं के सेवन से उसके शरीर और मानसिक स्वास्थ्य पर गंभीर प्रभाव पड़ता है, जैसे कि वे मानसिक विकार का अनुभव करना शुरू कर देते हैं, घातक बीमारियों का अनुभव होता है और समय मृत्यु हो जाती है। जब कोई पूरी तरह से ड्रग्स के प्रलोभन के आगे झुक जाते हैं तो उसके लिए ड्रग रिहेबिलिटेशन के केंद्रों को छोड़कर उसके प्रभाव से उबरना बहुत मुश्किल हो जाता है, जहां वे एक नया जीवन प्राप्त करते हैं लेकिन जिसमें उच्च लता शामिल होती है। इसलिए सोच समझकर कार्य करें और स्मार्ट बने। अपने भविष्य हो आकार देजी उज्जवल और उपलब्धियों से भरा लगता है। डॉक्टर द्वारा अपने रोगियों को दी जाने वाली दवाओं को केवल एक विशेष बीमारी से लड़ने के लिए लिया जाना चाहिए। अन्यथा सरकार को बाजार में इसके अवैध व्यापार पर प्रतिबंध लगाने और हमारे युवाओं को विनाश से बचाने के लिए सख्त कदम उठाने पड़ेंगे। मुझे पूरी उम्मीद है कि हमारे छात्र कभी भी दवाओं का उसे करने की कोशिश नहीं करेंगे और इसके उपयोग से पूरी तरह से दूर रहेंगे। याद रखेंगे हमारे देश को आपकी जरूरत है क्योंकि आप इसके भविष्य और प्रगति के अग्रदूत हैं। धन्यवाद। താങ്ക് യു ഫിദ. അടുത്തത് ഒരു പ്രസംഗമാണ്. അതിനായി കൈലാസ്. ബഹുമാനരായ ഗുരുക്കന്മാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജൂൺ 26 ലോകലഹരി വിരുദ്ധ ദിനം. സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങൾ രേഖപ്പെടുത്തുന്ന ദിനം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി പേർ പുകവലിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചാൽ പോലും ഇപ്പോഴത്തെ ആൾക്കാർ പുകവലിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടന 1987 ജൂൺ 26 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങി. മുതിർന്ന ആൾക്കാരിലും കൂടുതൽ കുട്ടികൾ ആണ് ഇപ്പോൾ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഓരോ കുട്ടിയെയും നമുക്ക് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പുകവലിയും മദ്യപാനവും നമ്മുടെ ധനനഷ്ടത്തിനും ജീവിതം നശിക്കുന്നതിനും കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നതിനും ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്ന് ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. കുടുംബത്തിന്റെ സന്തോഷവും ശരീരത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ പുരോഗതിയും നിലനിർത്തണമെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ മതിയാകൂ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നല്ല നാളേക്ക് വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കൈലാഷ്. അടുത്തത് ലയോണൽ ജോസഫിനെ പ്രോഗ്രാം അവതരിപ്പിക്കാനായി ക്ഷണിക്കുന്നു. ലയോണൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലയണൽ ജോസഫ് ആന്റണി, അഞ്ചയിൽ പഠിക്കുന്നു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തെയും വ്യക്തിയെയും ഒരുപോലെ നശിപ്പിക്കുന്നു. ആഘോഷവും ആനന്ദവുമായി തുടങ്ങുന്ന ലഹരി പിന്നീട് ജീവിതത്തെ നശിപ്പിക്കുന്നു. മദ്യം, കഞ്ചാവ്, പുകയില, മയക്കുമരുന്ന്, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പുതിയ തലമുറയെ നശിപ്പിക്കുന്നു. ലഹരിക്ക് അടിമപ്പെടുമ്പോൾ സ്വന്തം മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും
കൂട്ടുകാരെ പോലും അവർ മറന്നു പോകുന്നു. തെറ്റായ കൂട്ടുകെട്ടുകൾ ലഹരിക്ക് അടിമപ്പെടുന്നു. കുട്ടികളുടെ ഭാവവ്യത്യാസങ്ങൾ മാതാപിതാക്കന്മാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം അവരുടെ വീടാണ്. മാതാപിതാക്കന്മാരാണ് അവരുടെ അധ്യാപകർ. കുട്ടികൾ വഴിതെറ്റിപ്പോകാതെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം തുടങ്ങുന്നതല്ല ലഹരി ഉപയോഗം. കൂട്ടുകാരുടെ നിർബന്ധം, വീട്ടിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കന്മാരുടെ സമയക്കുറവ്, ലഹരിയെ കുറിച്ച് അറിയുവാനുള്ള കുട്ടികളുടെ താല്പര്യം, ഇവയെല്ലാം കുട്ടികളെ ലഹരിയുമായി കൂടുതൽ അടുപ്പിക്കുന്നു. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ മരുന്നും കൗൺസിലിംഗും ഉപയോഗിച്ച് അവരെ രക്ഷിക്കാനാകും. ലഹരി വിമുക്ത നാളേക്കായി നമുക്ക് അണിചേരാം. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു ലയോണൽ. പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീമതി ഡിൻസി ജോസഫ് ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഡിൻസി ടീച്ചർ. ടീച്ചറെ ഡിൻസി ടീച്ചർ ഉണ്ടായല്ലോ. ഡിൻസി ടീച്ചർ ലെഫ്റ്റ് ആയിരുന്നു. സാറെന്താ നന്ദി പറഞ്ഞോ സാറേ? സാറിന് നന്ദി പറഞ്ഞേ. ബഹുമാനപ്പെട്ട ജോസ്, മുഖ്യാതിഥിയായി നമ്മളോട് സംസാരിച്ച എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ, PTA കമ്മിറ്റി അംഗങ്ങൾ, ടീച്ചേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച്, എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് വിശദമായി നമ്മുടെ മുഖ്യ അതിഥിയായിരുന്ന അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. അതേപോലെ തന്നെ ആശംസ അർപ്പിച്ച PTA പ്രസിഡന്റ്, അതേപോലെ തേജസ് മേരി സിസ്റ്റർ, കുട്ടികൾ എല്ലാവരും നമ്മളോട് സംസാരിച്ചു. ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ വരും തലമുറയും ഈ തലമുറയും വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ലഹരി എന്ന ആ ഒരു വലിയ വിപത്ത്. അതിനെ സംബന്ധിച്ച് അതിൽ നിന്ന് വിമുക്തമാകുന്നതിനെ സംബന്ധിച്ച് നമ്മളോട് സംസാരിച്ച എല്ലാവർക്കും ഉള്ള കൃതജ്ഞത, പ്രത്യേകിച്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായിട്ടുള്ള എക്സൈസ് ഓഫീസറിനോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ ആശംസ അറിയിച്ച എല്ലാവരോടുമുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികളോടും എല്ലാ മാതാപിതാക്കളോടും PTA കമ്മിറ്റി അംഗങ്ങളോടും ഉള്ള കൃതജ്ഞത ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിൽ, സ്റ്റാഫിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്ര ഒരു കാര്യമില്ല. സുന്ദരേശൻ സാറ് ഞാൻ വിളിച്ച ഉടനെ തന്നെ, ഒരു ഫോൺ കോൾ വിളിച്ച ഉടനെ തന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടി ഈ കുട്ടികളും ലഹരിയും എന്നുള്ള വിഷയത്തിൽ വളരെ ഭംഗിയായിട്ട് ക്ലാസ് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് സുന്ദരേശൻ സാറിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ, വിമുക്തി ക്ലബിൻ്റെ പേരിലും NCC ഗ്രൂപ്പിൻ്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. സാറ് ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളിൽ ക്ലാസ് എടുക്കാനായിട്ട് സാറ് സന്നദ്ധരാകും നമുക്കറിയാം.
ഒരിക്കൽ കൂടി സാറിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു.